അടുത്ത കാലത്താണ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായപീഠം ഒരു അലാമ്പൽ മുഴക്കിയത്, ഒരു അലാറം അടിച്ചത്, അപകടമണി മുഴക്കിയത്. അത് മുംബൈയിൽ നിന്ന് വന്ന ഒരു കേസിലായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പിണക്കം. ഭർത്താവ് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ കേസ്. ആ കേസ് അന്വേഷിച്ച തെളിവുകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കോടതിക്ക് ബോധ്യമായ കാര്യം, ഇവർ 2-3 വർഷമായിട്ട് വിവാഹ ബന്ധത്തിലായിരുന്നു, ഒരു കുഴപ്പവുമില്ലാതെ ബന്ധത്തിലേർപ്പെടുകയായിരുന്നു. പക്ഷേ അവസാന വർഷത്തിൽ, ഈ 3-ാം വർഷത്തിൽ ഒരു 30 ലക്ഷം രൂപ ഭർത്താവിനോട് ചോദിച്ചു, കൊടുത്തില്ല. എങ്കിൽ ഞാൻ ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന് അതൊരു കൊയേഴ്സീവ് മെഷറായിട്ട്, ഒരു ബ്ലാക്ക് മെയിലായിട്ട്, ഒരു ഭീഷണിയായിട്ട് ഉപയോഗിച്ചു. അപ്പോഴും കൊടുക്കാതെ വന്നതിനെ തുടർന്നാണ് ഈ കേസുമായിട്ട് മുംബൈ ഹൈക്കോടതിയിലേക്ക് പോയത്. തന്നെ ഭർത്താവ് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ ആണ് കോടതി പറഞ്ഞത്, ഇങ്ങനെ അട്രോസിറ്റീസിനെതിരായിട്ടുള്ള, സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള കേസ് സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ അപകടകരമായിട്ട് വരും. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണെന്നാണ്. എന്നിരിക്കെ നമ്മുടെ നാട്ടിലും അടുത്തിടെയായിട്ട് ധാരാളമായിട്ട് പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെയുള്ള ഈ ശബ്ദലേഖനങ്ങളുമൊക്കെ ഏതെങ്കിലും തങ്ങളോടൊപ്പം ചങ്ങാത്തം പങ്കിട്ടിരുന്ന അല്ലെങ്കിൽ ലിവിങ് ടുഗദറോ ഒക്കെ ആയി കഴിഞ്ഞിരുന്ന ആൾക്കെതിരെയുള്ള ഒരു ഭീഷണിയായിട്ട്, ബ്ലാക്ക് മെയിലായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രവണത ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ പറയുന്നത്, പൊതുവെ സമൂഹത്തിൽ പറയുന്നത്, എപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഇരയായിത്തീരുന്നത് സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. കാരണം കോടതിയിലെ വിചാരണയുടെ നീണ്ട കാലയളവുകൾ, ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ, സമൂഹത്തിൻ്റെ വിചാരണ, അതുമൂലം ഉണ്ടാകുന്ന അപമാനനം, ഇതെല്ലാം കൂടെ ചേർന്ന് ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് പുരുഷന്മാർക്ക് അനുഭവപ്പെടുന്നു. അതായത് സ്ത്രീ നീതിക്ക് വേണ്ടിയുള്ള നിയമങ്ങളുടെ ദുരുപയോഗം. മാഷിൻ്റെ ഒരു നിരീക്ഷണം ഈ കാര്യത്തിൽ എന്താണ്? ഈ അടുത്ത സമയത്തായിട്ട് ഈ കോടതികൾ അല്ലെങ്കിൽ പോലീസിൽ എത്തുന്ന കേസുകൾ, പിന്നീട് കോടതികൾ വിചാരണയ്ക്ക് എത്തുന്ന കേസുകൾ, ഈ അട്രോസിറ്റി അഗൈൻസ്റ്റ് വുമൺ എന്ന് മൊത്തത്തിൽ ജനറലി പറഞ്ഞു, അതിനകത്തിൽ ഈ പോക്സോ വേണമെങ്കിൽ നമുക്ക് പറയാം, ഭർത്താക്കന്മാർക്കെതിരെ ഭാര്യമാർ കൊടുക്കുന്ന പരാതി പറയാം, ഈ കാമുകന്മാരായി ഇരിക്കുന്നവർ തമ്മിൽ പിണങ്ങുമ്പോഴുള്ള കേസുകളെ പറ്റി പറയാം. നമ്മൾ ജനറലി ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു ക്ലാസ്, പണ്ട് ഭാര്യാഭർത്തൃ തർക്കങ്ങളിലെ 498 പോലുള്ള സ്ത്രീധന പീഡനം പോലെയുള്ള കേസുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ വരുന്നതെങ്കിൽ, അത്തരത്തിലുള്ള കേസുകളിലൊക്കെ 498 ഈസ് എ ഷീൽഡ് നോട്ട് എ വെപ്പൺ എന്നൊക്കെ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഒരു വശത്ത് അങ്ങനെ പറയുമ്പോഴും കീഴ്ക്കോടതികളിൽ ഈ 498 പ്രതിയാക്കപ്പെടുന്ന 498 ഒരു കവചം മാത്രമാണ്, ഒരു ആയുധമല്ല എന്ന് സുപ്രീം കോടതി പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളപ്പോഴും മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുന്ന പ്രതിയെ, ഭർത്താവിനെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മേൽക്കോടതികൾ കുറച്ചുകൂടി വിശാലമായി അതിനെ കാണുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ത്രീകൾ പണ്ടത്തേനേക്കാട്ടിൽ ഒരു 10 വർഷം മുമ്പുള്ള കാലഘട്ടത്തിനേക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമ സംവിധാനത്തെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എന്താ പറയുക, പലരെയും ട്രാപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മെയിലിങ്ങെന്നോ അല്ലെങ്കിൽ ട്രാപ്പ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കെണിയിലാക്കുന്നു എന്ന് പറയാം. ഇപ്പൊ പണ്ട് ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഭർത്താവിനെതിരെ കൊടുക്കുന്ന മാക്സിമം സ്ത്രീധന പീഡനമായിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടികളെ വെച്ചുകൊണ്ട്, ഒരു കുട്ടിയാണെങ്കിൽ, ആ കൊച്ചു കുട്ടിയാണെങ്കിൽ അവരെ വെച്ചുകൊണ്ട് പോക്സോ പോലുള്ള കുറ്റകൃത്യങ്ങൾ പലപ്പോഴും ഈ അച്ഛനെതിരായി കൊടുക്കുന്നു, അച്ഛൻ അമ്മയ്ക്കെതിരായി അല്ലെങ്കിൽ കൊടുക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കോടതിക്ക് പലപ്പോഴും ഇതിന്റെ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. പിന്നെ പലപ്പോഴും ഈ വിചാരണ ഘട്ടങ്ങളിൽ നല്ല അഭിഭാഷകരെ വെച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കേസിനകത്ത് നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം വെച്ച്, ഈ നമ്മൾ പലപ്പോഴും പറയും, കോടതിയിൽ എത്തിയാൽ സത്യം
തെളിയിക്കപ്പെടും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കോടതിയിൽ ഞാൻ പിന്നെ കുറ്റവാളി അല്ലെങ്കിൽ കോടതി എന്നെ വെറുതെ വിടും, സത്യം ജയിക്കും. നമ്മൾ അതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളായിട്ട് അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ നല്ല അഭിഭാഷകനെ വെച്ചില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് നമ്മുടെ, കാരണം അതിന് ആരെയും നമ്മൾ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഭർത്താക്കന്മാർക്കെതിരെ കൊടുക്കുന്ന, ഭാര്യമാർ കൊടുക്കുന്ന പരാതികളിൽ പലതരത്തിലുള്ള പിന്നെ കുറ്റകൃത്യങ്ങൾ കൂടി അലജ് ചെയ്തുകൊണ്ടുള്ള കേസുകളുടെ എണ്ണം കൂടുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ ശൈഥില്യം, അതായത് പലപ്പോഴും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ഒരു പരിധിവരെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരു 25 വർഷത്തെ പ്രാക്ടീസിനിടെ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഈ ഒരു വഴിവിട്ട ബന്ധം ത്തിൽ കൂടി പോകുന്ന പല കേസുകളും പലപ്പോഴും സ്ത്രീകൾ അങ്ങനെ അത്തരത്തിൽ സംഭവിക്കുന്ന കേസുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ ഭർത്താക്കന്മാരുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ എല്ലാം സ്ത്രീകളുടെ വഴിവിട്ട ബന്ധമാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളതിൻ്റെ മറുവശം കാണുമ്പോൾ ഈ അടുത്ത സമയത്തായി കേരളത്തിൽ വരുന്ന കേസുകൾ ഈ കുടുംബ കേസുകളെക്കാട്ടി കൂടുതൽ വരുന്നത് ഈ ഇപ്പം 376 പോലെയുള്ള, പഴയ 376 പോലെയുള്ള റേപ്പ് കേസുകളാണ് കൂടുതൽ. ഇപ്പൊ അടുത്ത സമയത്താണ് അതിൻ്റെ ഒരു ട്രെൻഡാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ നമ്മളിപ്പോ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ, പക്ഷെ ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സ്ത്രീകൾ ഇപ്പം നമ്മളിപ്പം ഈ രാഷ്ട്രീയ നേതാവ് മാങ്കൂട്ടത്തിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒരിക്കലും ഒരു MLA എന്നുള്ള നിലയിൽ അയാൾ ആ കേസിനകത്ത് പ്രതിയായതിനെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെ സംശുദ്ധമായ ജീവിതമായിരിക്കണം. അയാളെ സമീപിക്കുന്ന സ്ത്രീകൾ അവരേത് തരക്കാരാണെങ്കിലും അവരിനിയും ഇങ്ങോട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകിയാൽ പോലും ആ പ്രലോഭനങ്ങളിൽ വീഴാതെ ഒരു എന്താ പറയുന്നത്, ഒരു അന്തസ്സുള്ള പൊതുപ്രവർത്തകന്റെ എല്ലാ മാന്യതകളും പാലിക്കപ്പെടേണ്ട ബാധ്യത ഈ MLA ആയിരുന്ന ആ ചെറുപ്പക്കാരനുണ്ട്. പക്ഷെ അതിന് മറുവശം കൂടിയുണ്ട്. ഈ ഒരു ഭർത്താവുള്ള ഒരു യുവതിയാണ്, അത് ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടറായ പെണ്ണാണ് ഭർത്താവിന് കല്യാണം കഴിച്ച് 1 വർഷത്തിനകം ആരിൽ നിന്ന് ഗർഭിണിയാവുന്നത്? ഈ രാഷ്ട്രീയ നേതാവിൽ നിന്നും ഈ MLA-യിൽ നിന്നും ഗർഭിണിയാവുന്നതും. എന്നിട്ടാണ് അവൾ യാതൊരു എളുപ്പം കൂടാതെ എന്ത് പറയുന്നത്, ഈ പീഡനം ആരോപിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇത് സമൂഹത്തിലെ പറയുന്നതോ രാഷ്ട്രീയം സംശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് പലപ്പോഴും ഇതൊരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അതായത് ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി ഒരു ട്രാപ്പിൽ, ഒരു കെണിയിൽ പോയി വീണതിന് ശേഷം, കെണിയെന്ന് പറയാൻ പറ്റത്തില്ല, മറ്റൊരാൾക്ക് വേണ്ടി വെച്ച കെണി വെച്ചതുപോലെ ഒരു കെണി ഒരാളെ കൊടുക്കിയതിനു ശേഷം ഞാനാണ് വിക്ടിം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനെന്ത് പിന്നെ നീതിയാണ് ഉള്ളത്? അതിനെന്ത് നീതി ബോധമാണ് ആ പെൺകുട്ടിക്കുള്ളത്? അപ്പം പക്ഷെ വേടന്റെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇപ്പം നമ്മളിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നതും വേടനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു. എനിക്ക് വേടന്റെ രാഷ്ട്രീയ നിലപാടുകളോടൊന്നും വിയോജിപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ നിലപാടിനോട് പിന്നെയും വിയോജിപ്പെടും. പക്ഷെ വേടന്റെ കേസിനകത്ത് ഇതുപോലെ തന്നെ സമൂഹം പറയുന്നത് അയാളെ അനുകൂലിക്കുന്നു. അപ്പൊ ചിലരുടെ കാര്യം വരുമ്പോൾ അവിടെ ന്യായീകരിക്കപ്പെടുകയും ചിലരുടെ കാര്യം വരുമ്പോൾ അവിടെ ന്യായീകരണം ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അടുത്ത സമയത്തായി ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അടുത്ത സമയത്തായി ഈ സ്ത്രീകൾ തെറ്റായി നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കൊടുക്കുന്ന പരാതികളുടെ എണ്ണം വളരെയധികം കൂടുന്നു. എനിക്കറിയാവുന്ന എൻ്റെ ഔദ്യോഗിക ജീവിതമായ കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു വക്കീൽ എന്നുള്ള നിലയിൽ തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളെ പറ്റി നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ഒരു പൊതു മാധ്യമത്തിൽ നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സ്ത്രീയെയും പുരുഷനെയും തുല്യമായി കാണുകയും സ്ത്രീ കുറച്ചുകൂടെ അബലയാണെന്നും ചബലയാണെന്നും അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചുകൂടെ എന്താ പറയുക അവരെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമ്മൾ അടുത്ത സമയത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കേരളത്തിൽ പിന്നെ വിജയ് ബാബുവിൻ്റെ കേസാണെങ്കിലും നമ്മൾ പലരുടെയും പ്രമുഖരുടെ കേസുകളെ നമ്മൾ പ്രമുഖരുടെ കേസ് പറയുന്ന പ്രമുഖരുടെ കേസ് ആയതുകൊണ്ടല്ല, പലപ്പോഴും നമുക്ക് ഒരു മാധ്യമത്തിൽ കൂടി പറയാൻ പറ്റുന്നത് നമ്മുടെ അയലോക്കത്തെ ശങ്കരന്റെയോ തോമസിന്റെയോ കേസിനെ പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം യഥാർത്ഥത്തിൽ ഈ പിന്നെ എന്താ പറയുന്നേ, ഈ സ്ത്രീകൾ ഇതിനെ ഒരു പുരുഷനെ
ട്രാപ്പിലാക്കിക്കൊണ്ട് അവനുമായി അവൻ്റെ എല്ലാവിധമായ പ്രിവിലേജും അനുഭവിച്ചുകൊണ്ട് അതിനുശേഷം പിന്നീട് വന്ന് ഒരു സമയത്ത് വന്ന് ഇവർ തമ്മിലൊരു ബന്ധം തെറ്റുമ്പോൾ വന്ന് പറയുന്ന ഒരു 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 പരാതിയും അതിനുശേഷം ഉണ്ടാവുന്ന കേസുകളും മാത്രമായി പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. പക്ഷെ അതിന് മാറ്റം വരണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന യഥാർത്ഥ പീഡനം അനുഭവിക്കുന്ന എന്തെങ്കിലും ചതിയിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടവരെ പോലും നമ്മൾ ഏത് കണ്ണുകൊണ്ട് കാണുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ബ്ലാക്ക് മെയിലിംഗ് നമുക്ക് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഇത് ജെന്യുവിൻ ആണോ അതോ ഫോൾസ് ആണോ എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് യഥാർത്ഥത്തിൽ നമ്മളോട് പുരുഷന്മാരോട് ചെയ്യുന്ന അനീതിയല്ല. നമ്മൾ ജനറലി പറയും സ്ത്രീകളോടാണ് ഈ സ്ത്രീകളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഇവിടുത്തെ പലപ്പോഴും ഈ പറയുന്ന വനിതാ വിമോചകരെല്ലാം ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കും. യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇവരെ ഈ വാദിക്കുകയും ബഹളം വെക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ആരുടെ അവസരമാണ്? ഈ സ്ത്രീകളുടെ അവസരങ്ങളാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഉള്ളത്, സമൂഹത്തിന്റെ വരേണ്യവർഗത്തിൽപ്പെട്ടതും അതുപോലെ ടിൻസൽ വേൾഡ് സിനിമയിൽ നിന്നൊക്കെ പരാതികൾ വരുന്നു. പക്ഷേ നമ്മൾ വടകരയിലെ DYSP-യാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പേര് നമ്മുടെ സമൂഹമോ നമ്മുടെ വനിതാ പ്രവർത്തകരോ അത് എന്തുമാത്രം നമ്മുടെ ഈ ഒത്രയും ദിവസം നമ്മൾ ഈ DYSP പിന്നെ ഉമേഷ് ആ സ്ത്രീയെ, അതും ഈ പോലീസാണ് ഏറ്റവും കൂടുതൽ ഈ അട്രോസിറ്റി അഗൻസ്റ്റ് വുമൺ എന്ന് പറയുന്നതിനെ കൃത്യമായി അതിന് ഏറ്റവും കൂടുതൽ പിന്നെ ഈ സ്ത്രീകളെ ലൈംഗികമായ കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ലൈംഗികമായി മിസ്യൂസ് ചെയ്യുന്നതിൽ ഈ പോലീസ് ഓഫീസർമാർക്കുള്ള, നമ്മൾ സാധാരണ കോൺസ്റ്റബിളിന്റെ കാര്യമല്ല പറയുന്നത്, ഉയർന്ന പോലീസ് ഓഫീസർമാരുടെ പങ്ക് വളരെയതാണ്. ഈ ഉമേഷിന്റെ വടകര DYSP-യുടെ കഥ ഒറ്റ ദിവസം പോലും ഒരു ചാനലുകാരോ ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ പിന്നെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏഷ്യാനെറ്റ് പോലും ഈ പിന്നെ ഉമേഷ് DYSP ആ ഒരു കേസിൽ ഒരു CI ഇവിടെ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അയാൾ നിവൃത്തിയില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അയാളുടെ കേസ് ചർച്ചയ്ക്ക് വെച്ച് ഇതിനകത്തിൽ ഈ സ്ത്രീ കൃത്യമായി പറഞ്ഞു. അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. ഇയാള് ഈ പറയുന്ന ഈ സ്ത്രീയെ ലൈംഗികമായി നിർബന്ധിച്ച് പീഡിപ്പിച്ചു എന്ന് അമ്മയുടെയും മക്കളുടെ മുമ്പിൽ. യഥാർത്ഥത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കാവുന്ന കുറ്റകൃത്യം അതിനകത്തുണ്ട്. പക്ഷേ അയാൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷനാണ് ഇതിനകത്ത് ഏറ്റവും, പോലീസ് ഓഫീസർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു മാന്യനാണ്. പക്ഷേ ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടിരിക്കുന്ന ആരാണ്? ഏറ്റവും വലിയ ഫ്രോഡായ ഈ ഉമേഷ്. സംസ്ഥാന ട്രഷററായിട്ടിരിക്കുന്നതോ അതിനേക്കാട്ടി വലിയ ഫ്രോഡ്, ഇതിനേക്കാട്ടി വലിയ ആരോപണങ്ങൾ നേരിട്ട് 2 കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു DYSP മധുബാബു. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റും ട്രഷറർമാരും. ഇവരാണ് ഈ പിന്നെ ഈ പോലീസ് ഫോഴ്സിനെ നവീകരിക്കുകയും പോലീസ് ഫോഴ്സിന് വേണ്ട പിന്നെ ക്രിയാത്മകമായ തരത്തിലുള്ള ഈ കീഴുദ്യോഗസ്ഥന്മാരെ എല്ലാം നന്നാക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഇവരെ കണ്ടല്ലേ യഥാ രാജ തഥാ പ്രജ, ഇവരെ കണ്ടല്ലേ പഠിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? വലിയൊരു വെളിപ്പെടുത്തലാണ് മാഷ് നടന്നത്. തീർച്ചയായിട്ടും പോലീസ് ക്രിമിനൽ ഉണ്ടെന്ന് പറയുന്നത് ആ കേസ് ഞെട്ടലുണ്ടാക്കുന്ന കേസാണ്. കാരണം ഒരു റേപ്പ്, അതും കുട്ടികളുടെ മുമ്പിൽ വെച്ച്, പിഞ്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ചുള്ള റേപ്പ്. അതോടൊപ്പം തന്നെ ആ സ്ത്രീ പരാതി കൃത്യമായി തന്നെ പാലക്കാട് SP-ക്ക് കൃത്യമായി തന്നെ മൊഴി കൊടുത്തു. ആ മൊഴിയിൽ കൃത്യമായി തന്നെ ലൈംഗികമായ പീഡനം നടന്നു, സ്ത്രീ കൃത്യമായി റേപ്പ് നിൽക്കുന്ന കേസാണ് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഇത്രയും ദിവസമായി പേരിന് വേണ്ടി അയാളെ ഒരു സസ്പെൻഷൻ ചെയ്യാൻ തയ്യാറായതല്ലാതെ ഒരു നടപടിക്കും തയ്യാറായിട്ടില്ല. പക്ഷെ മറുവശത്ത് ഒരു സാധാരണക്കാരനായ ഒരുത്തൻ ഒരു ലിഫ്റ്റിൽ കയറി ഒരു സ്ത്രീ ചിലപ്പോൾ ബഹളം വെക്കുകയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ബഹളം വെച്ച് കഴിഞ്ഞാൽ അവനെ അപ്പത്തന്നെ പിടിച്ചുകൊണ്ട് പോകും വിചാരണയ്ക്ക്. ചിലപ്പോൾ ഈ പറയുന്ന ഈ സ്ത്രീ ചിലപ്പോൾ വല്ല മാനസിക രോഗിയോ വല്ലതും ആയിരിക്കാം, തമാശ കാണിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞ അതിൽ നമ്മൾ ഈ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ പോലും ഇത് അടുത്ത സമയത്തായി ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ടവർക്ക് പലർക്കും നീതി കിട്ടുന്നില്ല എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും.